കേരളത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാം. സ്വദേശത്തേക്കും വിദേശത്തേക്കും യാത്ര ചെയ്യാം സൂര്യയിലൂടെ. പാസ്പോർട്ട്, എമിഗ്രേഷൻ, ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, വിസ സ്റ്റാമ്പിംഗ്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, വിസിറ്റിംഗ് വിസ, ഹോളിഡേ പാക്കേജസ്, ഉംറ പാക്കേജുകൾ, ഹോട്ടൽ ബുക്കിംഗ്, ഇൻഷുറൻസ്, ഫോട്ടോസ്റ്റാറ്റ്, ലാമിനേഷൻ, പാൻ കാർഡ്, റബ്ബർ സീൽ. സൂര്യ ഇന്റർനാഷണൽ ട്രാവൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, വടക്കാഞ്ചേരി, ചേലക്കര, ഡൽഹി, ദുബായ്, ഇപ്പോൾ ആറങ്ങോട്ടുകരയിലും. ഫോൺ 9447268947 8056999614. സന്ധ്യ കൊടക്കാടത്തിന് മറുപടിയുമായി ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി. ബോയ്സ് ഹൈസ്കൂൾ നവീകരണവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയും വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ കൗൺസിലറുമായ സന്ധ്യ കൊടക്കാടത്ത് ജാള്യത മറയ്ക്കാനാണെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടത്തുന്ന നവീകരണ പ്രവർത്തനം കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ രാഷ്ട്രീയ വൈരം മൂത്ത് ആ നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുത്താനും അത് പൊതുസമൂഹത്തിൽ കോൺഗ്രസിൻ്റെ കള്ളപ്രചരണം തുറന്നു കാണിക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐ തയ്യാറായപ്പോൾ ഡിവൈഎഫ്ഐക്കെതിരായി അപവാദ പ്രചരണവും നുണപ്രചരണവും നടത്തുന്ന ഒരു സമീപനം, ഒരു പ്രവൃത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ഇവിടെ സേവ്യർ ചിറ്റിലപ്പള്ളി MLAയുടെ ആസ്തി വികസന ഫണ്ടും കായിക വകുപ്പിൻ്റെ ഫണ്ടും ഉപയോഗിച്ച് 1 കോടി രൂപയുടെ വികസന പ്രവർത്തനം ഗ്രൗണ്ടിലെ വെള്ളക്കെട്ട് ഒഴിവാക്കി കായിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കണം, എല്ലാ കാലവും ഉപയോഗിക്കാൻ കഴിയണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കിയപ്പോൾ ആ പ്രവൃത്തി തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ച് പോലീസിൻ്റെ പിടിയിലാവുകയും തെറ്റിദ്ധാരണജനകമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ പ്രവൃത്തി നടത്താൻ അനുവദിക്കില്ല എന്ന വികസന വിരുദ്ധ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുകയും ചെയ്തതിൻ്റെ ജാള്യത മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസിൻ്റെ കൗൺസിലർ, വനിതാ യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള കൗൺസിലർ ഇത്തരത്തിൽ ഒരു നുണപ്രചരണം ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് ട്രഷററും നഗരസഭ കൗൺസിലറുമായിട്ടുള്ള AD അജിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ഒരു നുണപ്രചരണത്തിലേക്ക് കോൺഗ്രസ് കടന്നത്, അല്ലെങ്കിൽ ആ കൗൺസിലർ കടന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. വികസന വിരുദ്ധ ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാനാണ് വനിതാ കൗൺസിലർ ശ്രമം നടത്തിയത്. ഗ്രൗണ്ടിലെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ച ദിവസം തന്നെ കോൺഗ്രസ് എതിർപ്പുമായി രംഗത്തു വന്നു. പോലീസ് പിടിയിലായി. ഗ്രൗണ്ട് വികസനം നേരത്തെ ഡിവൈഎഫ്ഐ തടഞ്ഞു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അങ്ങനെയെങ്കിൽ തെളിവുകൾ ഹാജരാക്കട്ടെ എന്നും ഡിവൈഎഫ്ഐ വെല്ലുവിളിച്ചു. കോൺഗ്രസും 2 കൗൺസിലർമാരും ചേർന്ന് ഇപ്പോൾ നടത്തുന്നത് നുണപ്രചാരണമാണെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആരോപിച്ചു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MM മഹേഷ്, ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം ഐശ്വര്യ, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ A അനന്തു, അജയ് മോഹൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.